എന്നും പുലർത്തും. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നും പുലർത്തും. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനർത്ഥങ്ങൾ ഭവിക്കയില്ല. ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. അനർത്ഥങ്ങൾ ഭവിക്കയില്ല. ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കുമസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കില്ല. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കുമസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കില്ല. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 4-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ.
നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. ഇംഗ്ലീഷ് ബൈബിളിൽ ഈ വാക്യം സ്റ്റാൻഡ് നൗ ആൻഡ് സിൻ നോട്ട് എന്നാണ്. ഭയത്തോടും വിറയലോടും കൂടി നിൽക്കുവീൻ, പാപം ചെയ്യരുത്. സ്റ്റാൻഡ് നൗ ആൻഡ് സിൻ നോട്ട്. ഭയത്തോടും വിറയലോടും കൂടി നിൽപ്പീൻ, പാപം ചെയ്തു പോകരുത്. വേറൊരു വേർഷനിൽ ഇങ്ങനെയാണ് കാണുന്നത്, സ്റ്റാൻഡ് ബിഫോർ ദ ലോർഡ് നൗ ആൻഡ് ഡു നോട്ട് സിൻ എഗൻസ്റ്റ് ഹിം. ദൈവസന്നിധിയിൽ വിറയലോടുകൂടി നിൽപ്പീൻ, ആദരപൂർവമായ വിറയലോടുകൂടി ദൈവസന്നിധിയിൽ നിൽപ്പീൻ. പാപം ദൈവവിരോധമായി പാപം ഒരിക്കലും വരരുത്. ദൈവത്തിന് സ്തോത്രം. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. പഴയ ചില പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ ഈ വാക്യം മലയാളത്തിൽ തർജ്ജമ ചെയ്ത് കാണുന്നത് കോപിപ്പീൻ, നിങ്ങൾ പാപം ചെയ്യരുത് എന്നാണ്. ആ തർജ്ജമയിൽ അപാകതയുണ്ട്. ആ മലയാളം തർജ്ജമയിൽ അല്പം തെറ്റ് കാണേണ്ടിയിരിക്കുന്നു. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. സ്റ്റാൻഡ് നോ ആൻഡ് സിൻ നോട്ട്. പാപം ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. പാപം വരാതിരിപ്പാൻ ഭയത്തോടും വിറയലോടും കൂടി നിൽപ്പീൻ. ദാവീദ് സ്വയം പറയുകയാണ്. ദാവീദ് തന്നോട് തന്നെ പറയുന്ന ആ വാക്കുകൾ സമൂഹത്തിൽ എമ്പാടും എല്ലാവർക്കുമായി ദാവീദ് നൽകുന്ന പ്രബോധനവുമാണ്. സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്ന് ഊറിത്തെളിഞ്ഞു വന്ന അനുഭവ സമ്പത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ദാവീദ് ഈ വാക്കുകൾ പറയുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിൽ പാപം വന്നു. അതിൻ്റെ ദൂഷിത ഫലങ്ങൾ ദാവീദിനെ അനുധാവനം ചെയ്തു. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുതാത്തത് വന്നു. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ ദാവീദ് അതിന് ദുഷ്ഫലങ്ങൾ നേരിടേണ്ടി വന്നു. ദാവീദ് സ്വന്തം വീട്ടിൽ കനത്ത ദുരിതം, കൊടിയ യാതന അനുഭവിക്കേണ്ടി വന്നു. ദാവീദിൻ്റെ പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ, ദ റിയാക്ഷൻസ് ആൻഡ് റെപ്രക്കഷൻസ് ഓഫ് സിൻഫുൾ ലൈഫ്. ജീവിതത്തിൽ വന്ന പാപങ്ങളുടെ അതിൻ്റെ പ്രത്യാക്രമണങ്ങൾ, അതിൻ്റെ പ്രതിഫലനങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തെ ആകമാനം തളർത്തി. ദാവീദിൻ്റെ വീട്ടിൽ, ദാവീദിൻ്റെ അരമനയിൽ, ദാവീദിൻ്റെ കൊട്ടാരത്തിൽ, ദാവീദിൻ്റെ സ്വന്തം കുടുംബത്തിൽ അനർത്ഥങ്ങൾ ധാരാളമായി വന്നു. ദാവീദ് പാപം ചെയ്തു. ദാവീദ് വ്യഭിചാരം ചെയ്തു. ദാവീദ് കൊലപാതകത്തിന് പ്രേരണ നൽകി. ദാവീദ് കൊലപാതകം ചെയ്തു എന്നാണ് തിരുവചനം പറയുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചത് എന്താണ്? സ്വന്തം കുടുംബത്തിൽ ദാവീദിൻ്റെ മകനായ അമ്നോൻ ദാവീദിൻ്റെ മകളായ താമാരിനെ ഹീനമായി, എത്രയും മ്ലേച്ഛമായി, ഏറ്റവും അശുദ്ധമായ കാര്യത്തിന് പ്രേരിപ്പിച്ചു. ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. സ്വന്തം സഹോദരൻ സ്വന്തം സഹോദരിയെ ബലാത്സംഗം ചെയ്തു. സ്വന്തം കുടുംബത്തിൽ വ്യഭിചാരം നടന്നു. ദാവീദ് ആ ഭയാനകമായ, ഏറ്റവും കിരാതമായ, കാട്ടാളത്വമാണ്ട ആ ഭയാനകമായ ദുഷ്കൃതിയെ നേരിടേണ്ടി വന്നു. തീർന്നില്ല. ദാവീദിൻ്റെ വീട്ടിൽ ദാവീദിൻ്റെ മകനായ അബ്ശാലോം ദാവീദിൻ്റെ മകനായ അമ്നോനെ അടിച്ചു കൊന്നു. പരസ്യമായി എല്ലാവരും കാണുകെ. ദാവീദിൻ്റെ കുടുംബത്തിലുള്ളവർ, ദാവീദിൻ്റെ മക്കളെല്ലാവരും കാണുകെ അമ്നോനെ അബ്ശാലോം കൊന്നു. അവിടെയും തീർന്നില്ല. അബ്ശാലോം കൂട്ടുകെട്ടുണ്ടാക്കി സ്വന്തം അപ്പനെതിരായി മകൻ ഗൂഢാലോചന നടത്തി. അപ്പനായ ദാവീദിനെതിരായി മകനായ അബ്ശാലോം മത്സരം തുടങ്ങി. അവൻ വളരെ കൗശലപൂർവ്വം, തന്ത്രപൂർവ്വം അപ്പന് ഉള്ളതായി ജനപിന്തുണ അവൻ സ്വന്തമാക്കാൻ ശ്രമിച്ചു. അപ്പനെ അവൻ നിഷ്കാസനം ചെയ്യാൻ ശ്രമിച്ചു. അപ്പനായ ദാവീദിനെ കൊട്ടാരത്തിൽ നിന്ന് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. അപ്പനായ ദാവീദിനെ കൊല്ലാൻ പോലും ഈ മകൻ തയ്യാറായി. ദാവീദ് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകേണ്ടി വന്നു. പാപത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒന്നൊന്നായി ദൈവദാസനെ പിന്തുടരുകയാണ്. ഇന്ന് ദാവീദ് ഗുഹയിൽ കിടന്നുറങ്ങാൻ നേരത്ത് ഉറക്കം വരാതെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് പറയുന്നു, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. അബ്ശാലോമിനെ ഭയന്ന് ഓടുമ്പോൾ അങ്ങ് മലയുടെ മുകളിൽ പർവ്വതപ്രാന്തത്തിൽ
ഗുഹയ്ക്കകത്ത് കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ പരിപരുത്ത പരുക്കൻ കല്ലുകളും അവിടെയുള്ള ചരലുകളുമെല്ലാം വരണ്ടി മാറ്റി അവിടെ കാട്ടിലകൾ കരിയിലകളെല്ലാം കൂട്ടി ചേർത്ത് കിടക്ക പോലെയാക്കി വിരിച്ച് കൈയിലപ്പുറത്ത് കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഉറക്കം വരാത്ത രാവിൽ ദാവീദിരുന്ന് വിതുമ്പുകയാണ്, കരയുകയാണ്, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. സ്നേഹിതരെ, പാപം ഭയാനകമാണ്. പാപം നമ്മെ വേട്ടയാടുന്നതാണ്. പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ കഠിനമായ യാതനകളിലേക്കും വേദനകളിലേക്കും ദുരിതങ്ങളിലേക്കും കഷ്ടനഷ്ടങ്ങളിലേക്കും നമ്മെ ആനയിക്കുന്നതാണ്. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. സ്റ്റാൻഡ് നോ ആൻഡ് സിൻ നോട്ട്. ഭയത്തോടും വിറയലോടും കൂടി നിൽപ്പീൻ, പാപം ചെയ്യാതിരിപ്പീൻ. സോക്രട്ടീസ് നിങ്ങൾ കേട്ട് കാണും. മഹാനായൊരു ചിന്തകനായിരുന്നു, വലിയൊരു ദാർശനികനായിരുന്നു, വലിയൊരു ബുദ്ധിജീവിയായിരുന്നു. സോക്രട്ടീസിന് ആഥൻസിൽ ഒട്ടേറെ ശിഷ്യന്മാരുണ്ടായിരുന്നു, അനേകം ശിഷ്യന്മാർ. സോക്രട്ടീസ് ഈ യുവാക്കളെ തൻ്റെ അരികത്ത് ചേർത്തിരുത്തി അവരെ ആഥൻസിൻ്റെ തെരുവോരത്ത് എവിടെയെങ്കിലും കൂട്ടി നിർത്തി അവരോട് വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ പ്രതിപാദിച്ച് അവരെ പ്രബോധിപ്പിക്കുമായിരുന്നു. ഒരവസരത്തിൽ യുവാക്കൾ കൂടിയപ്പോൾ ആഥൻസിലെ ബുദ്ധിമാന്മാരായ ബുദ്ധിശാലികളായ യുവാക്കൾ മഹാനായ സോക്രട്ടീസിൻ്റെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന സൂക്തമണികൾ അതെല്ലാം ശ്രദ്ധിക്കുവാനായി കൂടിയപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഉടനെ അവർ ചോദിച്ചു, ഗുരു, ഒന്നും അങ്ങേക്ക് അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മൾ പിന്നെ എന്താണ് വ്യത്യാസം? അങ്ങേക്ക് ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ്? നാം തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസം? സോക്രട്ടീസ് പുഞ്ചിരിച്ചു. സോക്രട്ടീസ് പറഞ്ഞു, എനിക്ക് അതെങ്കിലും അറിവുണ്ട്, നിങ്ങൾക്ക് ആ അറിവുമില്ല. എന്താണത്? എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന അറിവുണ്ട്, നിങ്ങൾക്ക് ആ അറിവുമില്ല. എനിക്ക് ഒന്നും അറിയാൻ വയ്യ എന്നുള്ള ഒരു ബോധമുണ്ട്, നിങ്ങൾക്ക് ആ ബോധമില്ല. സഹോദരങ്ങളെ, ഞാൻ പാപിയാണ് എന്നുള്ള ബോധം നമുക്ക് ഹൃദയത്തിൽ വരുന്നത് അനുഗ്രഹത്തിൻ്റെ ആരംഭമാണ്. പാപബോധം ലഭിക്കുന്നത്, കുറ്റബോധം ലഭിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ ആരംഭമാണ്. സോക്രട്ടീസ് തുടർന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. ദിവസങ്ങളും മാസങ്ങളും നീങ്ങി ഈ യുവാക്കളുടെ എണ്ണം കൂടിക്കൂടി വന്നു. ശിഷ്യൻ സമ്പത്ത് പെരുകി, ധാരാളം ശിഷ്യന്മാരുണ്ടായി. ഒരവസരത്തിൽ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, അങ്ങയുടെ കൂടെ നടന്നിരുന്ന ചില ശിഷ്യന്മാർ ഇന്ന് അങ്ങയ്ക്കെതിരായി സംസാരിക്കുകയാണ്. അവർ പല പല കാര്യങ്ങളിൽ അങ്ങയുടെ കുറ്റം കണ്ടെത്തുകയാണ്, അങ്ങയെ ദുഷിക്കുകയാണ്. ഞങ്ങൾക്കത് കേട്ടിട്ട് സഹിക്കുന്നില്ല. അങ്ങ് ശക്തമായ എന്തെങ്കിലും നടപടി എടുക്കണം അവർക്കെതിരായിട്ട്. അങ്ങയുടെ അടുക്കൽ നിന്ന് വിജ്ഞാനം സമ്പാദിച്ച് പോയിട്ട്, അങ്ങയുടെ അടുക്കൽ നിന്ന് ബുദ്ധിപൂർവമായ ആലോചനകൾ പ്രാപിച്ചു പോയിട്ട് അങ്ങയ്ക്കെതിരായി ദുഷിക്കുന്നല്ലോ. അങ്ങ് എന്തെങ്കിലും സുശക്തമായ നടപടികൾ എടുത്തേ തീരൂ. ആദ്യമൊന്നും സോക്രട്ടീസ് മിണ്ടിയില്ല, മൗനമായിരുന്നു. പിന്നെയും അവർ പറഞ്ഞു, ഗുരു, എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. അങ്ങയെക്കുറിച്ച് കുറ്റം പറയുകയാണ്, അങ്ങയുടെ ചില കുറവുകളൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞങ്ങൾക്കറിയാം ആ കുറവുകളൊന്നും അങ്ങേക്കില്ലെന്ന്. അവരിങ്ങനെ നിശ്ചിതമായി അങ്ങേ വിമർശിക്കുകയും നിരൂപണം ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്കത് വഹിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ചെയ്യണം. സോക്രട്ടീസ് പറഞ്ഞു, ആട്ടെ, നോക്കട്ടെ, എന്തെങ്കിലും ചെയ്തേ തീരൂ, എന്തെങ്കിലും ചെയ്യാം. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, ഒരു വ്യത്യാസവുമില്ല. സോക്രട്ടീസ് ഒന്നും ചെയ്യുന്നില്ല. അവരെ വിളിക്കുന്നില്ല, അവരെ ശാസിക്കുന്നില്ല, അവരെ ശകാരിക്കുന്നില്ല, അവരെ പ്രബോധിപ്പിക്കുന്നില്ല. ഇവർ ചോദിച്ചു, അങ്ങ് എന്താണ് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാത്തത്? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർ എന്തെല്ലാം പറഞ്ഞാലും, അവരെങ്ങനെയെല്ലാം കുറ്റം പറഞ്ഞാലും അത് കേൾക്കുന്നവർ വിശ്വസിക്കാതിരിക്കത്തക്കവണ്ണം ഞാൻ കുറേ കൂടി നല്ലവനാകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കുറേ കൂടി പൂർണ്ണനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ എതിർക്കുന്നവർ, എൻ്റെ എതിരാളികൾ എന്തെല്ലാം കുറ്റം എന്നെക്കുറിച്ച് പറഞ്ഞാലും അത് കേൾക്കുന്നവർ വിശ്വസിക്കാതിരിക്കത്തക്കവണ്ണം ഞാൻ കൂടുതൽ എന്നെ തന്നെ ഒന്ന് പൂർണ്ണതയിലേക്ക് നയിക്കാൻ പരിശ്രമിക്കുകയാണ്. സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിൻ്റെ മർമ്മം നമുക്കവിടെ കാണാം. പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണ് നമ്മുടെ ജീവിതം. പൂർണ്ണതയിലേക്കുള്ള പ്രയാണമായിരിക്കണം നമ്മുടെ ജീവിതം. സമ്പൂർണ്ണമായ വിശുദ്ധ ജീവിതം, പാപത്തിൻ്റെ കറവിരളാത്ത ജീവിതം, തിന്മയേശാത്ത ജീവിതം,
അതെന്തൊരു ഭാഗ്യമാണെന്നോ. കറപുരളാത്ത ജീവിതം, ചെളിയേശാത്ത ജീവിതം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, നിങ്ങൾ ഹൃദയത്തിലൊരു തീരുമാനമെടുക്കണം. കർത്താവേ, ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ പലതും പാഴായിപ്പോയി, പല വിധത്തിൽ പാഴായിപ്പോയി. എന്നാൽ നാഥ, ഇനിയുള്ള ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പാപം പെരളാതെ, പൈശാചികൻ അവകാശം പറയാതെ, ശത്രുവായ ദുഷ്ടനായ പിശാച് എന്നിൽ അവകാശം പറയാനിട വരാതെ ജീവിതത്തിൽ വിശുദ്ധിയെ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്ക് നീ ഒരു ഭാഗ്യം തരണം. അതിനുള്ളൊരു നൽവരം എനിക്ക് തരണം, അതിനുള്ള അനുഗ്രഹം എനിക്ക് തരണം. കർത്താവേ, ഒരു വിശുദ്ധനായി നിൽപ്പാൻ ആഴത്തിൽ എനിക്ക് കുറ്റബോധം തരണം. എൻ്റെ സ്വഭാവത്തിൽ അലിഞ്ഞു കിടക്കുന്ന പാപങ്ങളെ കണ്ട് കരയുവാൻ എനിക്കൊരു വെളിവ് തരണം. സഹോദരങ്ങളെ, ദാവീദ് അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നെടുവീർപ്പോടെ ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ഹൃദയനുറുക്കത്തോടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ഈ സങ്കീർത്തനത്തിൽ ആദ്യം നാം കണ്ടത് റൈച്ചിയസ്നെസ്, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ്. രണ്ടാമത് നാം കണ്ടത് പ്രയർഫുൾനെസ്, ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ്. ഇന്ന് നാം ചിന്തിക്കാൻ തുടങ്ങുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് തരുന്ന കുറ്റബോധത്തെക്കുറിച്ചാണ്. സിൻലെസ്നെസ്, പാപമില്ലാത്ത ജീവിതം, പാപം തീണ്ടാത്ത ജീവിതം. സിൻലെസ്നെസ്, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. പാപബോധമാണ് പാപമില്ലായ്മയിലേക്ക് നമ്മെ നയിക്കുന്നത്. പാപം ഉണ്ട് എന്ന് നാം തിരിച്ചറിയുന്നതാണ് പാപമില്ലാത്ത അവസ്ഥയിൽ എത്തണമെന്നുള്ള വാഞ്ച നമുക്ക് തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വായിച്ചു, ഒരു ജയിൽ, അനേകം കുറ്റവാളികൾ കിടപ്പുണ്ട്, വളരെയേറെ കുറ്റവാളികൾ, ജയിൽ പുള്ളികൾ. എല്ലാം ഓരോരോ തെറ്റുകൾ ചെയ്തവരാണ്. കൊലപാതകം ചെയ്തവരുണ്ട്, ബലാത്സംഗം നടത്തിയവരുണ്ട്, വലിയ കൊള്ളകൾ നടത്തിയവരുണ്ട്, മോഷണങ്ങൾ നടത്തിയവരുണ്ട്, ഹീനമായ നിഷ്ഠൂരമായ കൃത്യങ്ങൾ ചെയ്തവരുണ്ട്, മറ്റുള്ളവർ ഉപദ്രവിച്ചിട്ടുണ്ട്, പല കൊള്ളരുതായ്മകൾ ചെയ്ത അനേകം തടവ് പുള്ളികൾ. ഒരിക്കൽ രാജ്യം ഭരിക്കുന്ന രാജാവ് ആ ജയിലിൽ സന്ദർശിക്കാൻ ചെന്നു. രാജാവ് ജയിൽ കാണാൻ ചെന്ന് ഓരോ തടവുപുള്ളിയുടെ അടുക്കൽ ചെന്നു. ചോദിച്ചു, നിന്നെ ഇവിടെ ആക്കാൻ എന്താ കാരണം? എന്തായിരുന്നു നിൻ്റെ തെറ്റ്? അയ്യോ എൻ്റെ പൊന്നു തിരുമേനി, ഞാനൊരു തെറ്റും ചെയ്തതല്ല, ഞാൻ ഒരു കുറ്റവും ചെയ്തില്ല, എന്നെക്കുറിച്ച് വെറുതെ ഇല്ലാത്തത് പറഞ്ഞ് എന്നെ ശിക്ഷിച്ചിരിക്കുകയാണ്, അങ്ങനെ ഒരു അബദ്ധം എനിക്ക് വന്നതല്ല. അടുത്തയാൾ ചോദിച്ചു, നിനക്കെന്താ ഇവിടെ വരാൻ? അയ്യോ, വെറുതെ ആരോപണം പറഞ്ഞ് ഞാൻ കൊലപാതകം നടത്തി എന്നൊക്കെ പറഞ്ഞ് ഞാനത് അറിഞ്ഞേയില്ല, ഞാനവിടെ ഉണ്ടായിരുന്നേ ഇല്ല, എന്നെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാണ് എന്നെ ഈ ജയിലിലാക്കിയത്. അടുത്തയാളോട് ചോദിച്ചു, അയ്യോ, കവർ ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ എന്നെ കൂടെ ആക്കിയത്, ഞാനതൊന്നും ചെയ്തിട്ടില്ല, പൊന്നു തിരുമേനി, എനിക്ക് ഇവിടെ നിന്നൊരു മോചനം തരണം, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല കേട്ടോ. ഓരോരുത്തരെ ഇങ്ങനെ കണ്ടു, ഓരോരുത്തരോട് സംസാരിച്ച് വന്നപ്പോൾ ഒരാളൊഴികെ എല്ലാവരും അവർ പാപം ചെയ്യാത്തവരാണ്, കുറ്റം ചെയ്യാത്തവരാണ്, അവർ ശിക്ഷ അനുഭവിക്കേണ്ടവരല്ല, അവർ ഒരു തെറ്റും ചെയ്തില്ല എന്ന് വാദിക്കുന്നതായിട്ട് കണ്ടു. അതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞു, എൻ്റെ പൊന്നു തിരുമേനി, ഞാനൊരു മഹാപാപം ചെയ്തതാണ്, ഞാൻ വലിയ കുറ്റവാളിയാണ്, ശരിക്കും ഞാൻ ഈ ശിക്ഷയ്ക്ക് അർഹനാണ്, ഞാനിവിടെ ജയിലിൽ കിടക്കേണ്ടവനാണ്, സമൂഹത്തിൽ നടക്കാൻ യോഗ്യനല്ല, ഞാൻ വലിയ അപരാധമാണ് ഞാൻ ചെയ്തു പോയത്, ഞാൻ ന്യായമായും ഈ ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. രാജാവ് എല്ലാവരെയും വിളിച്ചു കൂട്ടി, ഈ ജയിൽ പുള്ളികളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി. എല്ലാവരും വന്നു. രാജാവ് പറഞ്ഞു, ഈ കൂട്ടരിൽ ഒരാൾ കുറ്റം ചെയ്ത ഒരാളുണ്ട്, നിങ്ങളെല്ലാവരും കുറ്റം ചെയ്യാത്തവരല്ലേ, അന്യായമായ ശിക്ഷ അനുഭവിക്കുകയല്ലേ, ഒരാൾ കുറ്റം ചെയ്ത ഒരാളുണ്ട്. ഈ കുറ്റം ചെയ്ത ആളുടെ അടുക്കൽ നീതിമാന്മാരായ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും തെറ്റുപറ്റില്ലേ? അതുകൊണ്ട് ഈ കുറ്റം ചെയ്ത ആളെ നിങ്ങളിൽ നിന്ന് മാറ്റുകയാണ്, ആ ആളെ വെറുതെ വിടുകയാണ്, ആ ആളെ മോചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായോ ആർക്കാണ് മോചനം കിട്ടിയത്? ആർക്കാണ് രക്ഷ കിട്ടിയത്? പാപബോധം കിട്ടിയ മനുഷ്യന്, കുറ്റം ഏറ്റുപറഞ്ഞ മനുഷ്യന്, പാപത്തെ ഓർത്ത് ദുഃഖിച്ച മനുഷ്യന്, ഞാൻ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നുവെന്ന് സ്വയം സമ്മതിച്ച മനുഷ്യന്. രാജാവ് പറഞ്ഞത് അതല്പം ഹാസ്യാത്മകമാണെങ്കിൽ പോലും അതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാകും. കുറ്റം ചെയ്തവന് മോചനം, കുറ്റബോധം കിട്ടിയവന് മോചനം, പാപബോധം കിട്ടിയവന് മുക്തി, അവന് രക്ഷ. ദാവീദിൻ്റെ രക്ഷയുടെ പ്രധാന കാരണം ദാവീദിൻ്റെ കുറ്റബോധമാണ്. ദാവീദിന് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ മുഖ്യ കാരണം
ദാവീദിന് കിട്ടിയ കുറ്റബോധമാണ്. സ്നേഹിതരെ, ഇന്ന് നിങ്ങൾ ദയവായി ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങൾക്ക് കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നോക്കി അഭിമാനിക്കാൻ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, അഭിമാനകരമായി ഒന്നുമില്ല. പാപം പറ്റിപ്പോയി. ന്യായം പറയാൻ ഒരു വകയുമില്ല. അവകാശം പറയാനൊരു ന്യായവുമില്ല. അവകാശം പറഞ്ഞ് വാദിക്കാനൊരു വിഷയവുമില്ല. ദൈവം അനുഗ്രഹങ്ങൾ തന്നതല്ലേ? ദാവീദിന് അനുഗ്രഹങ്ങൾ ലഭിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും അനുഗ്രഹങ്ങൾ ലഭിച്ചില്ലേ? ഇല്ലായ്മയിലും ദൈവം നിങ്ങളെ ഇവിടെ വരെയും കൊണ്ടുവന്നില്ലേ? ദൈവം നിങ്ങൾക്ക് അർഹതയില്ലാത്ത അനുഗ്രഹങ്ങളും സമ്പത്തുകളും തന്നില്ലേ? ദൈവം നിങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി തന്നില്ലേ? പല പല കേടുകളും കെടുതികളും ദൈവം നിങ്ങൾക്ക് മാറ്റി തന്നില്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആയുസ്സ് ദൈവം നീട്ടി തന്നില്ലേ? ദൈവം നിങ്ങൾക്ക് ആരോഗ്യം തന്നില്ലേ? ദൈവം നിങ്ങൾക്ക് വരുമാനം തന്നില്ലേ? ദൈവം നിങ്ങൾക്കൊരു കുടുംബജീവിതം തന്നില്ലേ? ദൈവം നിങ്ങൾക്ക് മക്കളെ തന്നില്ലേ? ഓർത്തു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി തിരിഞ്ഞു നോക്കൂ. ഏറ്റവും വലിയ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് ഒരു തകർന്ന ഹൃദയം തന്നു എന്നുള്ളതാണ്. ദൈവം നിങ്ങൾക്കൊരു നുറുങ്ങിയ ഹൃദയം തന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ, നിങ്ങളിൽ അനേകം പേര് ഈ പാപബോധം ലഭിച്ചവരാണ്. ഞാനതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പാപബോധം കിട്ടിയ ഭാഗ്യം, കുറ്റബോധം കിട്ടുന്ന ഭാഗ്യം, ഞാനൊരു പാപിയാണെന്ന് കണ്ടെത്തുന്ന ഭാഗ്യം, ഞാനൊരു അശുദ്ധനാണെന്ന് മനസ്സിലാക്കുന്ന ഭാഗ്യം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹമോടെ ആരംഭിക്കുകയാണ്. പാപബോധത്തിൽ അനുഗ്രഹം ആരംഭിക്കുകയാണ്. ദാവീദിന് പാപബോധം കിട്ടി. ദാവീദ് പാപത്തെയോർ നെടുവീർപ്പിട്ടു. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് പാപബോധം കിട്ടിയാൽ നിനക്ക് പാപത്തോട് യാത്ര പറയാം. പാപത്തോട് യാത്ര പറഞ്ഞ് പുതിയ ജീവിതം നിനക്ക് ആരംഭിച്ചാൽ ആരോട് നിനക്ക് ധൈര്യമായി പറയാം, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. കൊട്ടാരത്തിൽ നിന്നകന്ന് മകനെ പേടിച്ച് പ്രാണരക്ഷാർത്ഥം ഓടി വനപ്രദേശങ്ങളിലൂടെ ഓടി അകന്ന് ഗുഹയിൽ രാവാർക്കുമ്പോഴും ദാവീദ് അറിയാതെ പറഞ്ഞു പോവുകയാണ്, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യത്തിലും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും. പാടില്ല, അരുതാത്തതിൻ്റെ ജീവിതത്തിൽ പാടില്ല. ഞാൻ ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചവനാണ്. ഞാൻ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചവനാണ്. ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചവളാണ്. കരുണയുള്ള കർത്താവിൻ്റെ കൃപ അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതാണ്. പാടില്ല, എനിക്കത് പാടില്ല. ലൂയി 14 എനിക്ക് തോന്നുന്നു, ആ ഫ്രഞ്ച് ചക്രവർത്തിയുടെ മകൻ, 8 വയസ്സേ കൊച്ചിന് പ്രായമുള്ളൂ. അപ്പോഴാണ് അപ്പനെ എതിരാളികൾ കൊന്നത്. ചക്രവർത്തിയെ എതിരാളികൾ കൊന്നു. ഈ മകനോടും അവർക്ക് വൈരാഗ്യം, പക. ചക്രവർത്തിയോടുള്ള വൈരാഗ്യവും പകയും മകനോടുമുണ്ട്. ഈ ചക്രവർത്തിയുടെ മകനോടും 8 വയസ്സുള്ള മകനോടും പക തീർക്കുന്നത് എങ്ങനെയെന്നോ, ഒന്ന് വെട്ടിക്കൊന്നാൽ തീരില്ലേ? അതോടുകൂടി എല്ലാം തീരില്ലേ? അതുകൊണ്ട് കൊല്ലാൻ അവർ തയ്യാറായില്ല. ഈ ബാല്യക്കാരനെ അവനെ അഴുക്ക് പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു ദുർമന്ത്രവാദിനിയുടെ അടുക്കൽ അവനെ ആക്കി തിന്മ പഠിപ്പിച്ചു, തിന്മ പരിശീലിപ്പിക്കാൻ തുടങ്ങി. എത്രയും ഹീനമായ വാക്കുകൾ, എത്രയും മ്ലേച്ഛമായ പ്രവൃത്തികൾ, ഇതെല്ലാം ഈ കൊച്ചു ചെറുക്കനെ പഠിപ്പിക്കുകയാണ്. ചക്രവർത്തിയുടെ മകനാണ്. അവനെ വഷളനാക്കാനാണ് നോക്കുന്നത്. അവൻ മൂലം ചക്രവർത്തി വംശത്തിന് എന്നേക്കും ശാപവും ചീത്തപ്പേരും വരുത്താനാണ് ഉദ്യമിക്കുന്നത്. എതിരാളികളുടെ അവരുടെ വൈരാഗ്യം. ഈ ദുർമന്ത്രവാദിനി ഇവനെ വേണ്ടാതിനും പഠിപ്പിക്കുമ്പോഴെല്ലാം അവൻ സ്വയം പറയും, എനിക്കത് പാടില്ല, ഞാൻ ചക്രവർത്തിയുടെ മകനാണ്, ഞാൻ ചക്രവർത്തിയുടെ മകനാണ്, എനിക്കത് പാടില്ല, ഞാനത് ചെയ്യില്ല, ഞാൻ ചക്രവർത്തിയുടെ മകനാണ്. അവൻ പിന്നെയും അത് പറഞ്ഞുകൊണ്ടിരുന്നു. 8 വയസ്സുള്ള ബാലൻ പിന്നെയും ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. ആ ദുർമന്ത്രവാദിനിയുടെ യത്നങ്ങൾ അവനിൽ സഫലമായില്ല. അവൻ വേണ്ടാതിനും പഠിച്ചില്ല, അവൻ മ്ലേച്ഛത ചെയ്തില്ല, അവൻ അഴുക്കിന് വീണില്ല, അവൻ അരുതാത്തതിലേക്ക് നീങ്ങിയില്ല. അവൻ വളരെ സംശുദ്ധമായ ജീവിതം നയിച്ചു. ഞാൻ ചക്രവർത്തിയുടെ മകനാണ് എന്നുള്ള കനത്ത ഉത്ബോധത്തോടെ അവൻ നിന്നു. സ്നേഹിതരെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഓരോരുത്തരും ആരാണ്? നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങൾ രാജാധിരാജനായ ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്ത ജനമാണ്. ദൈവത്തിന് സ്തോത്രം. യഹോവ ദൈവമാം, വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. പ്രിയപ്പെട്ടവരെ, നാം ജീവനുള്ള ദൈവത്തിൻ്റെ അരിമ സന്തതികളാണ്. സ്നേഹവാനായ ക്രിസ്തുവിൻ്റെ ചങ്കുപൊട്ടിയൊഴിയ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട
ദൈവത്തിൻ്റെ വിലയേറിയ മക്കളാണ് നാം ഓരോരുത്തരും. സഹോദരങ്ങളെ, അപ്പോസ്തലനായ പത്രോസ് പറയും, നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അതിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. മുമ്പേ കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ വിലപ്പെട്ട മക്കളാണ്. നാം ദൈവത്തിൻ്റെ നാമം ലഭിച്ച മക്കളാണ്. നാം ക്രിസ്തുവിൻ്റെ മുദ്രയേറ്റ മക്കളാണ്. നാം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. നാം ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട പ്രിയമക്കളാണ്. നാം പാപത്തിലേക്ക് പോകാൻ പാടില്ല. പാപത്തെ അടുത്ത് വരുമ്പോഴേക്കും ഭയത്തോടെ മാറിക്കൊള്ളണം. പിറകോട്ട് നിങ്ങൾ നീങ്ങിക്കൊള്ളണം. പാടില്ല, എനിക്കിതുപോലെ സംസാരിക്കാൻ പാടില്ല. പാടില്ല, എനിക്കിതുപോലെ ചെയ്യാൻ പാടില്ല. എനിക്കിതുപോലെ നോക്കാൻ പാടില്ല. എനിക്കിതുപോലെ ചിന്തിക്കാൻ പാടില്ല. പാടില്ല, പാപത്തിൻ്റെ മേൽ അവകാശമില്ല. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ക്രിസ്തുവിലേക്ക് ഉയർത്താം. നിങ്ങളെ ജയ ജീവിതത്തിൽ അഭ്യസിപ്പിക്കാൻ കഴിവുള്ള ക്രിസ്തു, നിങ്ങൾക്ക് ജയ ജീവിതം തരാൻ കഴിവുള്ള ക്രിസ്തു, നിങ്ങൾക്ക് വിശുദ്ധ ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് നയിക്കാൻ കഴിവുള്ളവനായ ക്രിസ്തു ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിക്കൽ വന്ന് മുട്ടിക്കൊണ്ട്, മകനെ നിനക്ക് ജയ ജീവിതം വേണമോ, പ്രിയ മകളെ നിനക്ക് ജയമുള്ളൊരു ജീവിതം വേണമോ എന്ന് ചോദിച്ചുകൊണ്ട് അവനിതാ നിങ്ങളുടെ മുന്നിൽ കെഞ്ചി നിൽക്കുകയാണ്. നാഥാ, ഞാനിതാ നടുങ്ങുന്നു. ഞാൻ പാപം ചെയ്യുകയില്ല. പാപത്തിന് എന്നെ വിട്ടുകൊടുക്കുകയില്ല. പൈശാചികൻ എന്നെ വിട്ടുകൊടുക്കുകയില്ല. പൈശാചികൻ എന്നെ സംഹരിക്കാൻ ഞാൻ എന്നെ തന്നെ കൊടുക്കുകയില്ല. ശത്രു എന്നെ തൊടാൻ ഞാൻ സമ്മതിക്കുകയില്ല. എനിക്കൊരു പൂർണ്ണ ജീവിതം വേണം. എനിക്കൊരു പൂർണ്ണ വിശുദ്ധനാകണം. ഈ തലമുറയിൽ കർത്താവേ, ഈ ആധുനിക തലമുറയിൽ, ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവനുള്ളൊരു വിശുദ്ധനായി എനിക്ക് ജീവിച്ച് എൻ്റെ നാഥൻ്റെ തിരിഹിതം നിറവേറ്റി എൻ്റെ നാഥൻ്റെ മഹത്വത്തിന് വേണ്ടി ആയുസ് ചെലവഴിക്കപ്പെടണം. കർത്താവേ, അതിനുള്ള കൃപ നീ എൻ്റെ മേൽ പകരണമേ. ക്രൂസിൽ ചൊരിഞ്ഞ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ എൻ്റെ ശിരസിലേക്ക് ഇറങ്ങണമേ. നിൻ്റെ കൃപയുടെ കരം എൻ്റെ ശിരസിൽ വെക്കണമേ. ജയ ജീവിതത്തിൻ്റെ അനുഗ്രഹീത സോപാനങ്ങളിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ട് പറക്കണമേ. കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ. എനിക്ക് അസാധ്യമായത് നീ സാധിപ്പിച്ചു തരണമേ. വിശുദ്ധിയുടെ ജയജീവിതത്തിനുള്ള സൗഭാഗ്യം നീ എനിക്ക് തരണമേ. ദൈവമക്കളെ, പ്രാർത്ഥിപ്പീൻ, നിങ്ങളെ തന്നെ സമർപ്പിപ്പീൻ, തിരുരക്തത്തിൽ ആശ്രയിപ്പീൻ, തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിയിൽ നിങ്ങൾ ശരണപ്പെടുവീൻ, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിശുദ്ധിക്കുള്ള ദാഹവും വാഞ്ചയും എല്ലാവർക്കും നൽകണമേ. ജീവിത വിശുദ്ധിയിൽ നിറഞ്ഞു നിന്നെ സ്തുതിപ്പാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. കർത്താവേ, വിശുദ്ധന്മാർ ഈ തലമുറയിൽ എഴുന്നേൽപ്പാൻ നാഥ ഞങ്ങളിൽ മനസ്സലിയണമേ. ഈ കൂട്ടത്തിൽ നിന്റെ കരം വെക്കണമേ. ഈ പ്രിയപ്പെട്ടവരുടെ ശിരസിലെടുത്ത കരം വെക്കണമേ. വിശുദ്ധന്മാരെ എഴുന്നേൽപ്പിക്കണമേ. വിശുദ്ധി സ്വന്തം ജീവിതത്തിന്റെ തനതായ സമ്പത്താക്കി വളർത്തിയെടുക്കുന്ന ദൈവമക്കളിൽ കൂടി നീ അത്ഭുതം പ്രവർത്തിക്കുമല്ലോ. ഞങ്ങൾ വിശ്വസിക്കുന്ന പിതാവേ, അത്ഭുതങ്ങൾ ഞങ്ങളിൽ കൂടി നിവർത്തിക്കണമേ. ഈ മക്കളെയെല്ലാം അനുഗ്രഹിക്കണമേ. എല്ലാവരെയും ശാന്തിയിലേക്ക് നയിക്കണമേ.